എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ കുടിയേറ്റിന് വൈകിട്ട് പോയ വീഡിയോസാണ് കേട്ടോ. ഇത് കുറേ വീഡിയോസ് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോൾ ഓരോ ദിവസവും ഓരോന്നോരോന്ന് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞിക്കിളിയും ഞാനും കൂടെ നടന്നു പോകുന്നത് ആരെ കാണാനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇപ്പം കണ്ടോണം ഞങ്ങൾ ആരെയാണ് കാണുന്നത്. കുഞ്ഞിക്കിളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനത്തെയാണ് കാണാൻ പോകുന്നത്. കുഞ്ഞിക്കിളി അതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിക്കിളിക്ക് ഒന്നും വേണ്ട, അവിടെ നിന്ന് മാറത്തുമില്ല. കുഞ്ഞിക്കിളി ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നത് കേട്ടോ. എൻ്റെ മോള് ചേട്ടായി ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട് പുറകെ. അങ്ങനെ ഞങ്ങൾ നടന്ന് വെക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾ കണ്ടോ? ഇതാണ് നമ്മുടെ ആനക്കുട്ടൻ. കുഞ്ഞിക്കിളി ആനേനെ കാണാൻ വേണ്ടി ഓടി ചെന്നതാ അല്ലേ? എന്തുവാ കണ്ടത് മോള്? ഇതെന്തുവാ മോനെ? ആനേനെ കണ്ടോ കുഞ്ഞിക്കിളി? കുഞ്ഞിക്കിളിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കുഞ്ഞിക്കിളി ആനയെ കണ്ടുകൊണ്ടിരിക്കുകയാണേ. കുഞ്ഞിക്കിളി ആനയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിക്കിളി അവിടെ നിന്ന് എങ്ങോട്ടും മാറത്തില്ല. കുഞ്ഞിക്കിളി കുറേ നേരം ആനേനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെയും ഞങ്ങളുടെ കൂടെ വരാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു കുഞ്ഞിക്കിളി. എന്തോനെ കാണുവാ? ആണോ? അതുകൊണ്ട് ആനനെ കണ്ടിട്ട് വീണ്ടും നടന്നു വരിക. കുഞ്ഞിക്കിളി പാവമായിട്ട് നിൽക്കുക കേട്ടോ പിള്ളേരെ. ആനയെ കണ്ടിട്ട് പുള്ളിക്കാരിക്ക് അവിടെ മതി വരുന്നില്ല. വീണ്ടും പോയി നിൽക്കുക ആനയുടെ അടുത്ത്. അപ്പോൾ കുഞ്ഞിക്കിളിയുടെ വീഡിയോസ് എല്ലാം ആരാ എടുത്തേ? അച്ഛയാണ് വീഡിയോ ഒക്കെ എടുത്തത്. എന്നിട്ട് അവിടെ കുറേ കുഞ്ഞു പിള്ളേരുടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഷോർട്സിന് വേണ്ടി കുറേ വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. ഒരു വട്ടമെങ്കിലും ഏറ്റുമാനൂരപ്പനെ പോയി തൊഴണം കേട്ടോ. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, ഭയങ്കര ശക്തിയുള്ള അമ്പലമാണ് കേട്ടോ. പിന്നെ അവിടെ ഉത്സവമായതുകൊണ്ട് ഫുള്ള് കടകളുണ്ട് കേട്ടോ. അവിടെ കുറേ കടകളും ഒക്കെയുണ്ട്. ഞങ്ങൾ പിന്നെ കുഞ്ഞിക്കിളിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തത് ഞങ്ങളിതൊന്നും വാങ്ങിച്ചില്ല. എല്ലാം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് അറിയാമല്ലോ, ജിമിക്കും കമ്മൽ നമ്മൾ കറ്റുകൊണ്ട് പോയി ജിമിക്കും കമ്മൽ ജിമിക്കും കമ്മൽ ജിമിക്കൊക്കെ കണ്ട് പിന്നെ കുറേ ഭഗവാന്മാരെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നമ്മുടെ കാറിനകത്ത് കയറി തിരിച്ചു പോന്നു. സൂപ്പറായിരുന്നു. അപ്പം ഉത്സവത്തിന് കാണാൻ പോകാൻ പറ്റുന്നവരൊക്കെ പോയി ഒരു ദിവസമെങ്കിലും തൊഴണം കേട്ടോ. ഏറ്റുമാനൂരപ്പനെ പോയി കാണണം. നിങ്ങൾക്കൊക്കെ ഭയങ്കര അനുഗ്രഹമായിരിക്കും. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. അപ്പം ഏറ്റുമാനൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.